ഇന്ന് നല്ല കോടയും തണുപ്പും ഒക്കെ ഉള്ള ഒരു ക്ലൈമറ്റ് ആട്ടോ. ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ നല്ല ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കാമെന്ന്. തട്ടുകടയിലൊക്കെ ചില്ലും കൂട്ടിലിട്ട് വെച്ചിട്ടുള്ള നല്ല മുരിഞ്ഞ പരിപ്പ് വട നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? അതിനായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് എന്താക്കുക, പൊതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 5-6 മണിക്കൂറെങ്കിലും ഒന്ന് പൊതിർത്തി എടുക്കണം കേട്ടോ. അങ്ങനെ പൊതിർത്തി കഴുകി എടുത്തിട്ടുള്ള പരിപ്പാണ്. അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഫുള്ളായിട്ട് ഇടണ്ട കേട്ടോ, കുറച്ചൊന്ന് മാറ്റി വെക്കാം നമുക്ക്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും, ഒരു 5-6 ഇല്ലി വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളീൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇടാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു കാര്യം ഇടാൻ മറന്നുപോയി, നമ്മളുടെ വലിയ ജീരകം. കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്നും അരയണ്ട, ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ. നമ്മൾ നേരത്തെ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെറുതാക്കി അരിഞ്ഞ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉള്ളിയാണ്. ഒരു ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴയ്ക്കാം കേട്ടോ. ഒരു സംഭവം മറന്നുപോയല്ലോ, ഉപ്പ്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടാകാൻ വെക്കാം കേട്ടോ. നല്ല ചൂടായതിന് ശേഷം നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്കിത് ഉരുട്ടി കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇതേപോലെ ഇട്ട് കൊടുക്കാം. സിമ്മിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ഇത് ചൂടാൻ. ഇല്ലെങ്കിൽ പുറം ഭാഗം വേഗം, ഉള്ളു വേഗത്തില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഒരു കളറാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. കുറച്ച് നേരം ആകുമേ, പെട്ടെന്ന് തന്നെ ഒന്നും ആവില്ല. നമ്മൾ സിമ്മിലിട്ടിട്ട് ആയതുകൊണ്ട് തന്നെ ഉള്ളിലും കൂടി വേഗം ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളുടെ പരിപ്പ് വട ഇവിടെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം സംഭവം ഇവിടെ സെറ്റാണ്. നമുക്ക് ഇതേപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപ്പ് വട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ചുട്ട് അടിപൊളി ഗോൾഡൻ ബ്രൗണിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു രീതിയിലുള്ള പരിപ്പ് വട അവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.